സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. സിറ്റിംഗ് എംപിയായ ശശി തരൂരും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും മുൻ എംപി പന്ന്യൻ രവീന്ദ്രനും മാറ്റിവെച്ച മണ്ഡലത്തിൽ അട്ടിമറി സംഭവിക്കുമെന്നാണ് LDFന്റെയും BJPയുടെയും കണക്കുകൂട്ടൽ. ഏതെങ്കിലും തരത്തിലുള്ള പ്രവചനം അസാധ്യമാകുന്ന മണ്ഡലത്തിന്റെ ജനവിധി എന്താകും എന്നത് വിശദമായി നോക്കാം. K20 ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ജനഹിതത്തെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം അതിഥികളുണ്ട്. കോൺഗ്രസ് പ്രതിനിധി RV രാജേഷ്, CPI പ്രതിനിധി KS അരുൺ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണു. മൂന്ന് പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ശ്രീ RV രാജേഷ്, അവിടെ കൂട്ടിയും കിഴച്ചുമൊക്കെ നോക്കുമ്പോൾ 2019 ആ ഭൂരിപക്ഷം നിലനിർത്താൻ സാധിക്കും എന്നാണോ പ്രതീക്ഷ? രാജേഷ്, കേൾക്കാമോ? തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ചാണ് പരിശോധിക്കുന്നത് ഇന്ന് K20. മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. തിരുവനന്തപുരത്ത് നടന്നത് ശക്തമായ പോരാട്ടമാണ്. തുടക്കത്തിലെ ഒരു ത്രികോണ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് അത് മാറി വലിയ വിവാദങ്ങൾ കൂടി ഉണ്ടാക്കിയ മണ്ഡലമാണ് തിരുവനന്തപുരം. വളരെ നിർണായകമായ വോട്ടുകൾ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ നിർണായക വോട്ടുകളുണ്ട്. അവിടെയൊക്കെ അട്ടിമറി സംഭവിക്കുമോ, അടിയൊഴുക്കുകൾ ഉണ്ടായോ എന്നൊക്കെയുള്ള വിശദമായ ചിത്രമാണ് പരിശോധിക്കുന്നത്. എന്തായിരിക്കും മണ്ഡലത്തിൽ നടക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ചർച്ചയിലേക്ക് കടക്കാം. അനന്തപുരിയിൽ ആരായിരിക്കും എന്നാണ് പരിശോധിക്കുന്നത് ഇന്ന് K20. നമ്മളോടൊപ്പം അതിഥികൾ വീണ്ടും ചേരുന്നുണ്ട്. BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണുവാണ്. ശ്രീ വിഷ്ണു, അവിടെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെയല്ല വലിയ പ്രതീക്ഷ തിരുവനന്തപുരം മണ്ഡലത്തിൽ. 2019-ലെയും 2024-ലെയും തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ട്. പല സ്ഥലങ്ങളും BJP കൈയടക്കി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് വോട്ടിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു മണ്ഡലം നേടാനുള്ളതിലേക്ക് BJP എത്തിയിട്ടുണ്ടോ? സംശയമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി തിരുവനന്തപുരം വികസന മുരടിപ്പിൻ്റെ പാതയിലായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരത്ത് NDAയുടെ സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരന് നൽകി വിജയിപ്പിച്ചാൽ അത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ജനങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കത് വോട്ടായി മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദി മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് അനന്തപുരിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വിലയിരുത്തൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. കാരണം ഇത് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള വോട്ടായി തിരുവനന്തപുരത്തെ ജനം വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ശ്രീ RV രാജേഷ്, ഇവിടെ കോൺഗ്രസിന് ഞാൻ താങ്കളിലേക്ക് വരാം. രാജേഷ്, ഇവിടെ കോൺഗ്രസ് ഇത് നിലനിർത്തും, ഇല്ലെങ്കിൽ ശശി തരൂർ തന്നെ അടുത്ത MP ആകുമെന്ന് ഇത്രയും ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നുണ്ടോ? കൂട്ടിയും കിഴിച്ചുമൊക്കെ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അനക്കം 2019-ലെ ഭൂരിപക്ഷവുമായി കുറയാനുള്ള സാധ്യതയാണോ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. 100% വിജയ സാധ്യതയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസും UDFും വെച്ച് പുലർത്തുന്നത്. ഞങ്ങളുടെ കണക്കുകളൊക്കെ വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ ഒരു ട്രെൻഡ് UDFിന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിന് ഏതാനും വോട്ടുകളുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഭൂരിപക്ഷം നിലനിർത്തി. എന്ത് തന്നെയായാലും അല്ല, നമ്മൾ ഈ മണ്ഡലത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ കാണാം. ഇപ്പോൾ BJP പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ രാജഗോപാൽ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ മത്സരിച്ച BJPയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രീ ശശി തരൂരിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് ശശി തരൂരിനെ കോമ്പീറ്റ് ചെയ്യാൻ ഒരു കാൻഡിഡേറ്റ് ഇല്ല, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഒരു കാരണവശാലും ഇവിടെ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം BJP തന്നെ തിരിച്ചറിയുന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടെ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി, അദ്ദേഹം രാജഗോപാലിനേക്കാൾ അതല്ലെങ്കിൽ കുമ്മനം രാജശേഖരനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണെന്ന് BJP പോലും അവകാശപ്പെടാനില്ല.
പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതേ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം സ്ഥാനത്തേക്ക് പോലും എത്താൻ സാധിക്കില്ല എന്നാണോ? അല്ല, അത് കഴിഞ്ഞ ഒരു 2 തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ UDF അനുകൂലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ജനവിരുദ്ധ വികാരം അവിടെ അലയടിച്ചിട്ടുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്? അത് ബാധിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? 2019 അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം പാർട്ടി അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ MPക്കെതിരായിട്ടുള്ള വികാരം ഈ പാർലമെന്റ് മണ്ഡലത്തെ ശക്തമായി അലയടിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. യഥാർത്ഥത്തിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണാതെ പോയൊരു യാഥാർത്ഥ്യം, കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരും അതിൻ്റെ അനുയായികളായ അതിൻ്റെ അണികളും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എവിടെയും കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്ന കണക്കുകളുണ്ട്. ഏതാണ്ട് 240ഓളം ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസിന് ഇന്ത്യജന്യന്മാർ പോലും ഉണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖ്യധാര പ്രവർത്തകർ, അതിൻ്റെ അണികൾ, അതിൻ്റെ വോട്ടർമാർ കോൺഗ്രസിനെ പരിപൂർണമായി കൈവിട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും UDF സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ തെരഞ്ഞെടുപ്പിലും പയറ്റാൻ അവർ ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ BJP വിരുദ്ധ വോട്ടുകൾ, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അടക്കം മതനിരപേക്ഷ ശക്തികളുടെ അടക്കം BJP വിരുദ്ധമായ വോട്ടുകൾ കോൺഗ്രസും BJPയും തമ്മിലാണ് ഇവിടെ മത്സരം എന്ന് സ്ഥാപിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമായി ഇത്തവണയും കേന്ദ്രീകരിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം ശ്രീ തരൂർ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഇടവേളകളിലെല്ലാം LDF സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പോലും ആക്രമിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ അവിടെ അവസാന നിമിഷത്തേക്കൊക്കെ സ്ഥാനാർത്ഥി പറഞ്ഞത്, ശ്രീ പന്ന്യൻ പറഞ്ഞതൊക്കെ വലിയ പ്രശ്നമായില്ലേ? പ്രധാനമായി ഏറ്റുമുട്ടുന്നത് ആരുമായിട്ടാണ് എന്നതിലൊരു തീരുമാനത്തിലേക്ക് അതുവരെ പാർട്ടി എത്തിയിരുന്നില്ലല്ലോ. അതൊക്കെ തിരിച്ചടിയാവില്ലേ? ഇല്ല, ഞങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷനുമില്ല. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളും UDFും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരം എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില വസ്തുതകളുണ്ട്. UDFും ഞങ്ങളും തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോഴും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ അണികൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ആ വസ്തുത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്ന യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പയറ്റിയ അതേ തന്ത്രം ഇത്തവണയും ആ തന്ത്രം പയറ്റി വിജയിക്കാനാകുമോ എന്നൊരു ശ്രമമാണ് UDF ശശി തരൂർ നടത്തിയത്. പക്ഷേ ആ തന്ത്രം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടില്ല. ആ തന്ത്രം കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകർ, UDFിൻ്റെ പ്രവർത്തകർ ശശി തരൂരിനോടൊപ്പം ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിലൂടെ ആ തന്ത്രം പൊളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല BJPയും തരൂരും തമ്മിൽ, രാജീവ് ചന്ദ്രശേഖരനും തരൂരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നയത്തിൻ്റെയും ആശയങ്ങളുടെയും കാര്യത്തിൽ എന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് BJP വിരുദ്ധ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടത്. അത് ഇടതുപക്ഷത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന ഉറച്ച ബോധ്യം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു, സമ്മതിദായകർക്കുണ്ടായിരുന്നു. അവർ അതിനനുസരിച്ച് വിധി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 2 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലെ സ്ഥിതി വച്ചിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു കണക്കുകൂട്ടലായിരിക്കുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. BJ വിഷ്ണു, അത് BJPയുടെ കണക്കുകൂട്ടലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ BJP സംബന്ധിച്ച് തൃശ്ശൂരിനപ്പുറത്തേക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലം തിരുവനന്തപുരം തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു സ്ഥലവും തിരുവനന്തപുരമാണ്. അവിടെ 2ാം സ്ഥാനത്ത് എത്തിയതിന്റെ ആത്മവിശ്വാസമാണ്. മറ്റൊന്ന്, നഗരസഭാ പരിധിയിൽ നിരവധി വാർഡുകളൊക്കെ BJPക്ക് അവിടെ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് ആത്മവിശ്വാസം കൂട്ടുന്നുമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോയാൽ, ഇപ്പം ശ്രീ അരുൺ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ ദേശീയ തലത്തിൽ ഉയർന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ബേസിക് ആവശ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയാൽ തിരുവനന്തപുരത്തെ പ്രതീക്ഷയും കൈവിടേണ്ടി വരില്ലേ? ജൂൺ 4 വരെ CPIക്ക് ഇവിടെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യമൊന്നും ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. തിരുവനന്തപുരത്ത് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ മത്സരം NDAയും UDFും തമ്മിലാണ്, അല്ലാതെ LDF ചിത്രത്തിൽ പോലുമില്ല.
LDFിന്റെ യോഗത്തിൽ പന്ന്യൻ രവീന്ദ്രൻ തന്നെ പലതവണ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. CPMന്റെ നേതാക്കന്മാരാരും തിരുവനന്തപുരം പാർലമെന്റിലില്ല. അവരുടെ ജില്ലാ സെക്രട്ടറി ആറ്റിങ്ങലിൽ മത്സരിക്കുന്നുണ്ട്. മുഴുവൻ CPMന്റെ നേതാക്കന്മാരും എന്തിന് പ്രധാനപ്പെട്ട നേതാക്കളുമായ കടകംപള്ളി സുരേന്ദ്രനും ആനാവൂർ നാഗപ്പനും ഉൾപ്പെടെയുള്ള മുൻ ജില്ലാ സെക്രട്ടറിമാരടക്കം തിരുവനന്തപുരം പാർലമെന്റിൽ താമസിക്കുന്നവരടക്കം ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചത് ആറ്റിങ്ങൽ പാർലമെന്റിലാണ്. ഇങ്ങനെ നിരവധി പരാതികളാണ് LDFിന്റെ യോഗങ്ങളിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഉയർത്തിയത്. ഒരു ഘട്ടത്തിൽ പോലും LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കാരണം അതിലൊരു രാഷ്ട്രീയമുണ്ട്. CPMന് തിരുവനന്തപുരം പാർലമെന്റിൽ CPIയെ വിജയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ NDA സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് LDFിന് മുന്നിലുള്ള ഏക നിലപാട് എന്ന് പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞു ഇപ്പൊ UDF ആണെങ്കിലും LDF ആണെങ്കിലും മണ്ഡലത്തിലുടനീളം രാഷ്ട്രീയം പറയുമ്പോൾ BJP അവിടെ എന്തായിരുന്നു ചെയ്തത്? ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയത്തോടൊപ്പം ദേശീയ രാഷ്ട്രീയം പറയുകയും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം തിരുവനന്തപുരത്തിനുണ്ടാക്കിയ മാറ്റങ്ങൾ, ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദേശീയപാത വികസിപ്പിച്ചത്, വിഴിഞ്ഞം പദ്ധതി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം യാഥാർത്ഥ്യമാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തെ സർക്കാർ എടുക്കുന്ന നിലപാടുകളും കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കുകയും അടുത്ത 5 വർഷത്തേക്ക് തിരുവനന്തപുരത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ വ്യക്തമായ ഒരു അജണ്ട ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. അത് രാജീവ് ചന്ദ്രശേഖർ വളരെ വിശദമായി ജനങ്ങളോട് സംവദിക്കുകയും ജനം അതിനനുകൂലമായി ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് LDF സ്ഥാനാർത്ഥി ഏതെങ്കിലും ഇടത്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ മത്സരത്തിൽ ഒരിടത്ത് പോലും LDF ചിത്രത്തിലേക്ക് വന്നിട്ടില്ല. ഇവിടെ NDAയും UDFും തമ്മിലുള്ള മത്സരമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം 15 വർഷക്കാലം തിരുവനന്തപുരത്തെ വഞ്ചിച്ച ശശി തരൂരിനെതിരായ ശക്തമായ ജനവികാരമുണ്ട്. എന്തിന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായിരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർ ഉൾപ്പെടെ ശശി തരൂരിന്റെ വാഹന പരിചയം തടഞ്ഞിട്ടുണ്ട്. ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അങ്ങനെ തീരദേശ മേഖലയെ ഒക്കെ കയ്യിലെടുക്കാനുള്ളൊരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന് 2 മുന്നണികളും അവകാശപ്പെടുന്നുണ്ടല്ലോ. പരാജയം മണത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വാദങ്ങളൊക്കെ ഇനി ഉയർത്തിയാലല്ലേ പറ്റുള്ളൂ. കാരണം സ്വയം പരാജയം LDFും UDFും മണത്തു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാനില്ലാത്തത് കൊണ്ടാണ് തികച്ചും അടിസ്ഥാനപരമായ വാദങ്ങളുമായിട്ട് UDF രംഗത്തുന്നത്. തീരദേശ മേഖലയിൽ കഴിഞ്ഞ 10-15 വർഷക്കാലം പറയട്ടെ, എന്ത് ചെയ്യാൻ UDFിന്റെ MPക്ക് കഴിഞ്ഞു, ശശി തരൂരിന് കഴിഞ്ഞു? യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാതെ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 6 മാസത്തിൽ കുറെ ഹൈമാസ് ലൈറ്റുമായിട്ട് തെക്കോട്ട് ഓടി എന്നുള്ളത് മാത്രമാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നൽകിയ സംഭാവന. യാതൊരു ജനങ്ങളുടെ പ്രശ്നങ്ങളിലും എന്തിന് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പോലും തിരുവനന്തപുരത്ത് പങ്കെടുക്കാത്ത ഒരേ MP ശശി തരൂരാണ് കേരളത്തിലെ. ശരി, തീരദേശത്ത് പാളിയിട്ടുണ്ടോ ശശി തരൂരിന്, കോൺഗ്രസിന് എന്നുള്ളത് പരിശോധിക്കാം. RV രാജേഷിന് അതിന് മറുപടിയും ഉണ്ടാകും. തിരിച്ചെത്താം. K20യിലേക്ക് വീണ്ടും സ്വാഗതം. അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ RV രാജേഷ്, നേരത്തെ BJP പ്രതിനിധി പറഞ്ഞതുപോലെ വിഴിഞ്ഞത്ത് പാളി BJPക്ക് അവിടെ പിടിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കോൺഗ്രസിന്റെ മറുപടി? അല്ല, എന്താണ് ഈ BJP ഓർത്തുന്ന രാഷ്ട്രീയം? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ധന്യ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാത്തത്? BJP തെരഞ്ഞെടുപ്പിൽ എവിടെയും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലോ. എന്തുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ചില്ല? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യല്ല. പച്ചയായ വർഗീയത മാത്രമാണ്. ദേശീയ തലത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണും. 2004 BJPക്ക് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന്. 2014 അവർക്ക് മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അച്ഛാദിൻ ആയേഗ. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു BJPയുടെ മുദ്രാവാക്യം? ഒരു പ്രധാനമന്ത്രി തന്നെ ഒരു 1ാം ഘട്ടം 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പച്ചയായി വർഗീയത പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രധാനമന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അവിടെ വന്നിട്ട് 400-ലധികം സീറ്റ് എന്നത് ഒരു മുദ്രാവാക്യം. 2ാമത്തെ മുദ്രാവാക്യം കേരളത്തിൽ 2 അക്കം സീറ്റ് കിട്ടും എന്നുള്ളതായിരുന്നു. അത് പക്ഷേ കേരളത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ മോദി അത് അവസാനിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. അല്ല, 2 അക്കമൊക്കെ ആദ്യമേ പാളിയല്ലോ, അതൊക്കെ പോയി. ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി അവർ കൺവേ ചെയ്യാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട്, ഇഫ് യു ആർ എ മുസ്ലിം യു ഹാവ് നോ സ്പേസ് ഇൻ ദ കൺട്രി, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ യു ഹാവ് നോ സ്പേസ് ഇൻ ദ കൺട്രി, ഇഫ് യു ആർ എ ദളിത് യു ഹാവ് നോ സ്പേസ് ഇൻ ദ കൺട്രി. ഇതായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJPയുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. അതിലൂടെ വോട്ട് സമാഹരിക്കാൻ അതൊരിക്കലും തിരുവനന്തപുരത്ത് അനുവദിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ ആ ഒരു കഴിയില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ എല്ലാ സാധ്യതകളും ഈ തെരഞ്ഞെടുപ്പിൽ അടഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മതേതര പാർട്ടിയായ കോൺഗ്രസ് അതിനെ എതിർക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ രീതിയിൽ തന്നെ
അങ്ങനെ തന്നെ സാമുദായികമായി ഇല്ലെങ്കിൽ ജാതി നോക്കി വോട്ട് പിടിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ വോട്ടുകൾ ഉറപ്പാക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ BJP-യുമായിട്ട് എന്തായിരുന്നു അവിടെ കോൺഗ്രസിന് വ്യത്യാസം? അല്ല, ഇവിടെ ഇതിനെ എതിർക്കാൻ വേണ്ടി കോൺഗ്രസ് അല്ലാതെ ഇന്ത്യയിൽ മറ്റേത് കക്ഷിക്കാൻ കഴിയുന്നത്? ഇവരുടെ ഈ ദുർഭരണത്തെ എതിർക്കാൻ വേണ്ടി, ഇവരുടെ അഴിമതിയെ തുറന്നു കാണിക്കാൻ വേണ്ടി, ഇവരുടെ വർഗീയ അജണ്ടകളെ തുറന്നു കാണിക്കാൻ വേണ്ടി, അതിനെതിരായി ശബ്ദമുയർത്താൻ വേണ്ടി ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമല്ലേ ഉണ്ടായിരുന്നത്. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് പറയുന്നു. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ ആയിരുന്നല്ലോ ആദ്യത്തെ ഒരു മുദ്രാവാക്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ മുദ്രാവാക്യം പറഞ്ഞ മുഖ്യമന്ത്രി സംഘവും ഇന്ത്യയിലേ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടല്ലേ. അവർ ഈ രാജ്യം വിട്ട് ഇന്തോനേഷ്യയിലോ എവിടെയൊക്കെ പോയത് നമ്മൾ കാണുകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സംസ്ഥാനത്ത് അവിടേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോയി, മറ്റു പാർട്ടിയുടെ നേതാക്കന്മാർ പോയി. അപ്പോഴാണ് ഇന്ത്യയിലെ ഏക തരിയായ ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രി, ആ CPM-ന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇന്ത്യ വിട്ടു പോവുക. അപ്പൊ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് ഈ രാജ്യത്ത് BJP ഭരണത്തിനെതിരായി തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഈ സിറ്റിക്കകത്തുള്ള സിറ്റിയിൽ ഒരു ആധിപത്യം BJP തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ്. അതിനപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ, സിറ്റിക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ തീരദേശ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിലെങ്കിലും ഇടിയുണ്ടാകും എന്ന് സമ്മതിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? അല്ല, കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് എന്നും തീരദേശം അടക്കമുള്ള. ഇവിടെ ശശി തരൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ, തീരദേശമെന്നോ അല്ലെങ്കിൽ നഗരപ്രദേശമെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ പ്രദേശത്തുമുള്ള ആളുകളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി തരൂരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വികസനമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അതിനൊക്കെ ഉത്തരവാദി ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്നവരോ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നവരോ ആയിരിക്കും. ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വികസനത്തിന് നാന്ദി കുറിച്ചത് അല്ലെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾ UDF-ന്റെ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്തിന്റെ നഗരവികസനം അടക്കമുള്ളത്. തിരുവനന്തപുരത്തെ ഫ്ലൈ ഓവറുകളടക്കം തിരുവനന്തപുരം നഗരം മാറ്റിയെടുത്തത് അത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ, AK ആന്റണിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ, UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ. അതിൽ ശശി തരൂരിന്റെ പങ്ക് ചെറുതായൊന്നും കാണാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് റെയിൽവേ വികസനമായാലും വിഴിഞ്ഞം തുറമുഖമായാലും ഈ നഗരം ഇന്ന് കാണുന്ന നഗരമാക്കി മാറ്റിയെടുത്തതിൽ തീർച്ചയായും ശശി തരൂരല്ലാതെ അല്ലെങ്കിൽ കോൺഗ്രസിനല്ലാതെ UDF-നല്ലാതെ മറ്റാർക്കാണ് പങ്കുള്ളത്? ഇടതുപക്ഷത്തിന് എന്ത് പങ്കാണുള്ളത്? അല്ലെങ്കിൽ BJP-ക്ക് എന്ത് പങ്കാണുള്ളത്? കർണാടകയിൽ ഒരു 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ കർണാടകയിൽ പോലും യാതൊരു വികസന പ്രവർത്തനം നടത്താതെ ബാംഗ്ലൂർ സിറ്റിയിലോ അല്ലെങ്കിൽ അദ്ദേഹം വിരാജിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് പോലും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത ഒരാൾ ഇവിടെ വന്ന് വികസനത്തെക്കുറിച്ച് സംസാരിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ആ വികസന ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. അമേഠിയിൽ തോറ്റ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ 4 ലക്ഷം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി അമേഠിയിൽ ചെയ്തത് മാത്രം പറഞ്ഞിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വികസനത്തെ കുറിച്ച് പറഞ്ഞ രാഹുൽ ഗാന്ധി രാജ്യം പരാജയപ്പെടുത്തുന്ന അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി 2019 വയനാട്ടിലേക്ക് ഓടിയത്. അല്ല, ഇപ്പൊ എന്താ ഇതുവരെ പറഞ്ഞ അമേഠിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഉത്തരേന്ത്യ മണ്ഡലത്തിൽ നിന്ന് പോകുന്നു. അതാണ് എന്റെ പ്രശ്നം. ഞാൻ രണ്ടുപേരിലേക്ക് വരാം. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ടാർഗറ്റ് ചെയ്യും. വയനാട് വന്ന് മത്സരിച്ചത് കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു പ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് പോയി മത്സരിക്കാനോ ജയിക്കാനോ കഴിയാത്തത് കൊണ്ടാണ് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ളിടത്ത് വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചത്. അല്ലാതെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഒരിടത്തും പോയി രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനോ ജയിക്കാനോ കഴിയില്ല. വിഷ്ണു, ഇവിടെ ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചാൽ പോരെ? അമേഠിയിലേക്ക് നമുക്ക് പിന്നെ പോകാം. BJP ഇവിടെ ഒരു സീറ്റ് ഉണ്ടാക്കുമോ എന്ന് നോക്കാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അരുൺ, ഇവിടെ LDF-നെതിരെയുള്ള കാര്യവും ചർച്ച ചെയ്യേണ്ടിപ്പെടും തന്നെയാ. ഞാൻ താങ്കളിലേക്ക് വരാം. നമ്മൾ ഓരോ മണ്ഡലങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നത്. ശ്രീ അരുൺ, ഇവിടെ നഗരത്തിലാണ് എന്നുണ്ടെങ്കിലും തലസ്ഥാനമാണ് എന്നുണ്ടെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പം നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമുണ്ടാവും. അവിടുത്തെ വികസനത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലെല്ലാം അവിടെ റോഡുകൾ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയൊന്നും നടപ്പായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിഴിഞ്ഞം കേസുകൾ പിൻവലിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ട് സർക്കാരിന് പാളിപ്പോയിട്ടില്ലേ? ഇതൊക്കെ എങ്ങനെ വോട്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് BJP-യുടെ പ്രതിനിധി നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ പ്രതികരണം രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യത്തിൽ BJP-യുടെ പ്രതിനിധിയെ ഞാൻ അംഗീകരിക്കുകയാണ്. കള്ളം പറയാനുള്ള അവരുടെ കഴിവ്, പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലുള്ള BJP-യുടെ നേതാവ് വരെയുള്ള ആളുകളുടെ കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ്, അത് അംഗീകരിച്ചേ മതിയാവും.
അദ്ദേഹം ഇവിടെ പന്ന്യൻ രവീന്ദ്രൻ പരാതി പറഞ്ഞത് അദ്ദേഹം കേട്ടു എന്ന മട്ടിലൊരു പ്രതികരണം നടത്തുകയുണ്ടായി. പന്ന്യൻ രവീന്ദ്രൻ എവിടെയും പരാതി പറഞ്ഞതായി ഞങ്ങളുടെ ആരുടെയും അറിവിലില്ല. ഒന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പോലെയല്ല ഞങ്ങൾ. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതും പാർട്ടിയുടെയും മുന്നണിയുടെയും ആവശ്യമാണ്. അതുകൊണ്ട് പന്ന്യൻ രവീന്ദ്രന് വ്യക്തിപരമായി ഏതെങ്കിലും ഒരു പരാതി ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം CPM-മായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് MV ജയകുമാറാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ MLA-മാരായിരുന്ന ആളുകളാണ് ഈ അസംബ്ലി മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റികളുടെ ചെയർമാൻമാരായി പ്രവർത്തിച്ചത്. സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്ത് ചെയ്തു എന്ന് അദ്ദേഹത്തിന് അറിയണമെങ്കിൽ അദ്ദേഹം 4-ാം തീയതി ഞാൻ ചോദിച്ചതിന് താങ്കൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചില്ല. നമ്മുടെ സമയപരിധി കൊണ്ട് ഞാൻ ഇടപെടുകയുമാണ്. നന്ദി. ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമുള്ള ആരോപണമാണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, കുമ്മനം രാജശേഖരൻ എവിടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ? എവിടെയായിരുന്നു O രാജഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ? എവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് ഈ തെരഞ്ഞെടുപ്പിൽ? നിങ്ങൾ ആരെങ്കിലും ഈ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺ, താങ്കൾ അന്വേഷിച്ചതുപോലെ BJP-കാർ ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. ഇവരൊക്കെ എവിടെയാണ് എന്നുള്ളതിൽ അവർക്കും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എന്തായാലും 4-ാം തീയതി കാണാം എന്തായിരിക്കും നടക്കുക. അവിടെ കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കുമോ ഇല്ലെങ്കിൽ തിരിച്ചെടുക്കുമോ LDF സീറ്റ്, BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് 4-ാം തീയതി കാണാം. പങ്കെടുത്ത 3 അതിഥികൾക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷനിൽ SA അജിംസ് ചേരും. നമസ്കാരം. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.